ഈ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് എത്തി. ഇതാണ് റീനക്കിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് സെൻറ്റർ. ചുറ്റും ഒരു ലോഡ് റെസ്റ്റോറൻറ്റ്സ്. സമ്മറിൻ്റെ പീക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓരോ ദിവസം പൊട്ടുന്ന റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. അത്ര പെരുത്ത ട്രാവലേഴ്സാണ് ഈ കാണുന്നതിലൊരു ഭൂരിപക്ഷം. ട്രാവലേഴ്സാണ് ഭൂരിപക്ഷം ആൾക്കാർ. ഇതാണ് ഞാൻ പറയുന്ന പള്ളി, ഈ കാണുന്ന പള്ളി. നിങ്ങളെ കാണിക്കണമെന്ന് കുറേ കാലമായിട്ട് വിചാരിച്ചു, ഇപ്പോഴാണ് പറ്റി. ഇനി ഇവിടെ ഓരോരോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ അമ്മച്ചിന്ന് കാണിക്കുന്നുണ്ടല്ലേ, അതേപോലെ കുറേ പ്രോഗ്രാംസ് ഇവിടെ എപ്പോഴും വരുന്നത്. ഇവിടെ അപ്പാപ്പൻ ഗോൾഡ് അടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഓരോരോ പ്രോഗ്രാംസ് എപ്പോഴും കാണുന്നത്. അവിടെ അടുത്ത പ്രോഗ്രാമിനുള്ള സെറ്റപ്പാണ് അവിടെ റെഡിയാക്കുന്നത്, ഒരു പുള്ളിക്കാരൊന്നും റെഡിയാക്കുന്നുണ്ടല്ലേ. അതേപോലെ ഇവിടെ ഓരോ പ്രോഗ്രാംസ് എപ്പോഴും ഉണ്ടാവും നൈറ്റിൽ. യൂറോപ്പ് മൊത്തത്തിൽ അങ്ങനെയാണ്. ഇതാണ് പള്ളി. റോസ്ലാൻഡ് റീനക്ക് എന്ന് പറയുന്നത് നടന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒരു പസിൽ കളിക്കണ പോലെയാണ്. അത് പിന്നൊരു ദിവസം നടക്കാം, ഇന്ന് വേണ്ട. ഇന്നിപ്പോൾ നിങ്ങൾ മെയിൻ വട്ടം കണ്ടില്ലേ, മതി, എൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഇവിടെ ഒരു പുള്ളിക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കണു. ഫുൾ ബിൽഡിങ്ങുകളോട് ബിൽഡിങ്. അതാണ് റീനക്ക്. ഇനി നമുക്ക് സമാധാനത്തിൽ തിരിച്ചു പോകാം. പള്ളിയിൽ പോയി ഫുഡ് അടിച്ചു. പിന്നെ എന്താ ചെയ്തത്, പിന്നെ എന്തൊക്കെയോ ചെയ്തു. കുറേ നേരം നടന്നു, പെപ്കോ പോയി സാധനങ്ങൾ മേടിച്ചു. ഇനി പോയി ഫുഡ് ഉണ്ടാക്കണം.